ബോസ് ചീത്ത വിളിച്ചാൽ പോലും സഹിക്കാം. ചെയ്യുന്ന പ്രൊജക്റ്റ് കൈവിട്ടു പോയാലും ക്ഷമിക്കാം. പക്ഷേ ആ വിക്രമിന്റെ മുഖം ദിവസവും ഓഫീസിൽ നിന്ന് കാണേണ്ടി വരുന്നുണ്ടല്ലോ. അതാലോചിക്കുമ്പോഴേ രാവിലെ വെറും വയറ്റിൽ കൈപ്പക്ക ജ്യൂസ് കുടിച്ച പോലത്തെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ അന്ന് അവിടെ മൂന്നാം മഹായുദ്ധം ഉറപ്പാ. ഞങ്ങൾ രണ്ടുപേർക്കും പരസ്പരം കണ്ടുകൂടാ. പക്ഷേ രണ്ടുപേരും ഒരേ പ്രൊജക്റ്റിലാണ്. ഞാൻ ആ പ്രൊജക്റ്റിന്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ലീഡാണെങ്കിൽ അവൻ ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ് ലീഡാണ്. ഞാൻ ചെയ്യുന്ന ഡിസൈനുകൾക്കനുസരിച്ച് കോഡ് എഴുതേണ്ടത് അവനാണ്. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. അവന് എൻ്റെ ഡിസൈൻ കണ്ടാൽ കലിപ്പ്, എനിക്ക് അവൻ്റെ മുഖം കണ്ടാൽ കലിപ്പ്. സാഹിതി, എന്തൊരു സ്ക്രീൻ ഡിസൈനാടോ ഇത്. ഇവിടെ ഇങ്ങനൊരു ബട്ടൺ വെച്ചാൽ യൂസറിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് തനിക്കറിയാമോ? ഏത് ലോജിക്ക് വെച്ചാണ് താൻ ഇത് ഡിസൈൻ ചെയ്തത് എന്ന് കോൺഫറൻസ് റൂമിൽ പ്രൊജക്ട് മാനേജറുടെ മുന്നിൽ വെച്ച് ലാപ്ടോപ്പ് കാണിച്ച് വിക്രം വളരെ ഇറിറ്റേറ്റിംഗ് ആയി ചോദിച്ചു. അത് കേട്ടതും എൻ്റെ മൈൻഡ് ബ്ലാങ്കായി. എനിക്ക് ദേഷ്യം വന്നു. ലോജിക്ക് മിസ്സായത് എനിക്കല്ല വിക്രം, തനിക്കാണ്. ഇപ്പോൾ ട്രെൻഡ് മുഴുവൻ മിനിമലിസ്റ്റിക് ഡിസൈനാണ്. തൻ്റെ ടീമിനതനുസരിച്ച് കോഡിംഗ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് തുറന്നു പറയണം. ഒരു ഡിസൈനിൻ്റെ പേരിൽ ഇത്രയും കിടന്ന് മെഴുകാൻ എന്തിരിക്കുന്നു എന്ന് ഞാനും അങ്ങോട്ട് കടുപ്പിച്ചു തന്നെ പറഞ്ഞു. ഓ എൻ്റെ ദൈവമേ, നിന്റെ കൂടെയൊന്നും വർക്ക് ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല. നിനക്കാണെങ്കിൽ ഫീഡ്ബാക്ക് കേൾക്കാനുള്ള ഒരു മനോഭാവമില്ല എന്ന് പറഞ്ഞവൻ ലാപ്ടോപ്പ് വലിച്ചടച്ച് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവൻ്റെ ഈ അഹങ്കാരം കണ്ടിട്ട് നാളെ ഇവനെ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇവൻ നഷ്ടങ്ങൾ കാണിച്ചു കൊടുക്കുമല്ലോ എന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചു വന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, വീക്കെൻഡ്. വന്നെത്തിയ സന്തോഷത്തിൽ അടുത്ത 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങാമല്ലോ എന്ന് കരുതി ഞാൻ ബാഗ് ഒതുക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് വിക്രം എൻ്റെ ഡെസ്കിനടുത്തേക്ക് വന്നത്. സാഹിതി, ഈ ഫയലിൽ ഒത്തിരി തെറ്റുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് ഇതെല്ലാം തിരുത്തിത്താം, എന്നിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരു ഫയൽ എൻ്റെ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ഓർഡർ ഇട്ടു. എനിക്ക് എവിടെയില്ലാത്ത ദേഷ്യം ഇരച്ചു കയറി. പകരപ്പാടും മിണ്ടാതിരുന്നിട്ട് കറക്റ്റ് വീട്ടിൽ പോകാൻ നേരം വന്ന് തന്നാൽ ഞാൻ അതെങ്ങനെ ചെയ്യും? തിങ്കളാഴ്ച നോക്കാം എന്ന് ഞാൻ മടുപ്പോടെ പറഞ്ഞു. തിങ്കളാഴ്ചയല്ല, എനിക്കിത് ഇപ്പോൾ തന്നെ വേണം. പണി തീരുന്നത് വരെ നീ ഇവിടെ നിന്ന് ഒരടി അനങ്ങരുത് എന്ന അഹങ്കാരത്തോടെ പറഞ്ഞവൻ അവൻ്റെ സീറ്റിലേക്ക് നടന്നു പോയി. എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവൻ ഈ ഓഫീസിൽ വലിഞ്ഞു കയറി വന്നത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അവനെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ കൂടി ഇരുന്ന് ആ പണി തീർത്തു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഓഫീസ് വിട്ട് ഇറങ്ങി. ആ വലുപ്പും ഉറക്കവും ഓഫീസിലെ തലവേദനകളും ഒക്കെ അവിടെ വിട്ടിട്ട് സമാധാനമായിട്ടൊന്നും ശ്രമിക്കാമല്ലോ എന്ന് കരുതിയാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷെ അകത്തേക്ക് കാലെടുത്ത് വെച്ചതും വീട്ടിലെ അന്തരീക്ഷം കണ്ടിട്ട് എനിക്കൊരു സസ്പെൻസ് ത്രില്ലർ പോലെയാണ് തോന്നിയത്. പപ്പ ആരോടോ ഫോണിൽ ഭയങ്കര ഗൗരവമായി സംസാരിക്കുന്നുണ്ട്. അതേസമയം പുള്ളി ഒടുക്കത്തെ സന്തോഷത്തിലുമാണ്. മമ്മിയാണെങ്കിൽ പപ്പയുടെ തൊട്ടടുത്ത് തന്നെ ഒട്ടുനിന്ന് പപ്പ എന്താണ് സംസാരിക്കുന്നത് ഭയങ്കര ആകാംക്ഷയോടെ കേൾക്കുന്നു. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് വശത്തേക്ക് മാറ്റിവെച്ച് മിണ്ടാതെ സോഫയിൽ പോയിരുന്നു. ശരി രാമ, തീർച്ചയായും ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് പപ്പ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് മമ്മിയെ നോക്കിയൊന്ന് ചിരിച്ചു. മമ്മിയുടെ മുഖത്താണെങ്കിൽ എവിടെയില്ലാത്ത സന്തോഷം. എന്താ പപ്പ ഇത്? രണ്ടുപേരുടെ മുഖത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്? വല്ല ലോട്ടറിയും അടിച്ചോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പപ്പ എൻ്റെ അടുത്തേക്ക് വന്ന് ഭയങ്കര എക്സൈറ്റഡായി പറഞ്ഞു. ലോട്ടറിയേക്കാൾ വലുതാണ് സാഹിതി. നിനക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, നല്ല ശമ്പളമുണ്ട്. പോരാതെ തന്നെ അവൻ്റെ പപ്പ എനിക്ക് പണ്ടേ അറിയാം. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിച്ചതാ. നല്ല കുടുംബമാണ്. നമുക്ക് എല്ലാ രീതിയിലും ഒത്തുപോകുന്ന ആലോചന. അതിലുപരി അവരായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്ന് ഈ ആലോചന ചോദിച്ചത്. അത് കേട്ടതും എൻ്റെ ഫ്യൂസ് ഔട്ടായി. ഇപ്പോഴേ കല്യാണമോ? എനിക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഓഫീസിലെ പ്രൊജക്റ്റ് പ്രഷർ കാരണം ഞാൻ ഇവിടെ ശ്വാസം മുട്ടിച്ചാവുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഈ കല്യാണ ബഹളം, ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോഴതാ അമ്മ ഇടപെടുന്നു. അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ പറയുന്നത്? ഓരോ പ്രായത്തിൽ നടക്കേണ്ടത് ആ പ്രായത്തിൽ തന്നെ നടക്കണം. ചെറുക്കൻ നല്ല പാവമാണെന്നോ നിൻ്റെ അച്ഛൻ പറയുന്നത്? കാണാൻ നല്ല ഹീറോ ലുക്കാണത്രേ. പോരാത്തതിന് അവർക്ക് സ്ത്രീധനമൊന്നും ഒന്നും വേണ്ട പോലും. നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയായാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛനും ഒട്ടും വൈകിയാതെ അപ്പോൾ തന്നെ സമ്മതം മൂടിയത്. ശരി, നീ വേഗം വന്ന് ആഹാരം കഴിച്ച് കിടക്കാൻ നോക്ക്. നാളെ രാവിലെ തന്നെ അവർ പെണ്ണു കാണാൻ വരുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അമ്മ അത് പറഞ്ഞപ്പോൾ എൻ്റെ തല ഒരു ഇടുത്തി വീട്ടിയതുപോലെ തോന്നി. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല അച്ഛ. എങ്കിലും നാളെ തന്നെ പെണ്ണു കാണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ കുറച്ച് പരിഭ്രമത്തോടെ ചോദിച്ചു. മോളെ നീ ഒട്ടും ടെൻഷൻ എടുക്കേണ്ട. നാളെ അവർ വന്നു കഴിയുമ്പോൾ നിനക്ക് ആ പയ്യനുമായി തനിയെ സംസാരിക്കാൻ ഞങ്ങൾ അവസരം തരാം. നിനക്കിഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാം, ശരിയല്ലേ എന്നച്ഛൻ വളരെ കൂളായി പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും മറുത്ത് പറയാൻ പറ്റിയില്ല. ശരി, നാളെ വരുന്ന പയ്യന് എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടുപിടിച്ച് എനിക്ക് താല്പര്യമില്ലെന്ന് അങ്ങോട്ട് അറുത്തു മുറിച്ച് പറയണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ശനിയാഴ്ച രാവിലെ സാധാരണയായി വീക്കെൻഡുകളിൽ 10 മണിവരെ പുതപ്പ് പോലും മാറ്റാതെ കിടന്നുറങ്ങുന്ന എന്നെ അന്ന് അമ്മ 6 മണിക്ക് തന്നെ വിളിച്ചു നിർത്തി. ഇങ്ങനെ ഒരു ആലോചന ഇനി വീണ്ടും കിട്ടില്ല, അതുകൊണ്ട് വൃത്തിക്കൊരുങ്ങി വാ എന്നും പറഞ്ഞ് അമ്മ എൻ്റെ കയ്യിലേക്ക് ഒരു പട്ടുസാരി തന്നു.
എൻ്റെ മനസ്സാകെ എന്തെന്നില്ലാത്തൊരു പരിഭ്രമമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ആ സാരിയും ഉടുത്ത് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നു. എൻ്റെ മുഖത്ത് യാതൊരുവിധ പ്രസരിപ്പും ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു ചടങ്ങിനു വേണ്ടി ഒരുങ്ങുന്നത് പോലെയായിരുന്നു എൻ്റെ അവസ്ഥ. പുറത്തെ ഹാളിൽ അച്ഛൻ്റെ ബഹളമൊന്നും പറയേണ്ടതില്ല, അത്രക്കുണ്ടായിരുന്നു. കറക്റ്റ് 10 മണിയായപ്പോൾ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കാറിൻ്റെ ഡോറുകൾ അടക്കുന്ന ശബ്ദം. അതിന് പിന്നാലെ കാൽപ്പെരുമാറ്റം. വരൂ വരൂ എന്ന് പറഞ്ഞ് അച്ഛൻ അവരെ വളരെ സ്നേഹത്തോടെ അകത്തേക്ക് സ്വീകരിക്കുന്ന വാക്കുകൾ കേട്ടു. ആ വാക്കുകൾ കേട്ടതും എൻ്റെ നെഞ്ചിൽ ഒരു ഭയം ഉടലെടുത്തു. ഒരു 10 മിനിറ്റിന് ശേഷം മുറിയിലേക്ക് വന്ന അമ്മ എൻ്റെ കയ്യിലേക്ക് ഒരു കോഫി ട്രേ വെച്ച് തന്നിട്ട് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ തലയും താഴ്ത്തി പതുക്കെ നടന്നു ചെന്നു. ആദ്യം സോഫയിലിരുന്ന് മുതിർന്നവർക്ക് കോഫി കൊടുത്തു. അതിനുശേഷം തൊട്ടടുത്ത് സിംഗിൾ സോഫയിലിരുന്ന് ആ പയ്യനും കോഫി നൽകി. നേരെ പോയി അച്ഛൻ്റെ അടുത്തിരുന്ന് സോഫയിലിരുന്നു. ഇതാണ് എൻ്റെ മകൻ സാഹിദി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പപ്പാരെ പരിചയപ്പെടുത്തി. വളരെ നന്നായിരിക്കുന്നു പ്രസാദ്. എന്താ മോള് സാഹിദി, സുഖം തന്നെയല്ലേ എന്ന് വളരെ സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് രാമചന്ദ്രറാവു അങ്കിൾ അടുത്ത് തന്നെ നിന്നിരുന്ന് തൻ്റെ മകൻ നേർക്ക് തിരിഞ്ഞു. ഡാ വിക്രം, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കടാ എന്ന് വളരെ കാഷ്വലായി പറഞ്ഞു. ആ വിക്രം എന്ന പേര് കേട്ടയുടനെ എൻ്റെ നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. വിക്രമോ? സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആ പേരുള്ള എത്രയോ പേരുണ്ടാകും. വിക്രം എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ മാത്രമാണ് ഉള്ളത് എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പതുക്കെ തലയുയർത്തി ആ പയ്യനെ നോക്കി. എനിക്കൊരു നിമിഷം ഷോക്കേറ്റതുപോലെയായി. എൻ്റെ കണ്ണുകളെ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ ദിവസവും എന്നെ ജീവനോടെ കൊല്ലുന്ന എൻ്റെ കടുത്ത ശത്രു, ഞങ്ങളുടെ ഡെവലപ്പർ വിക്രം ദാ എൻ്റെ മുന്നിൽ വളരെ ഡീസൻ്റായി വന്നിരിക്കുന്നു. എന്നെ കണ്ടപാടെ അവൻ്റെ മുഖത്തും അതേ വലുപ്പത്തിലുള്ള ഷോക്ക്. അവൻ കണ്ണും തള്ളി എന്നെ തന്നെ നോക്കുകയാണ്. ഇവനാണോ എന്ന മട്ടിൽ ഞാനും, ഇവളാണോ എന്ന മട്ടിൽ അവനും. രണ്ടുപേരുടെയും മുഖം കരിഞ്ഞുപോയി. ഞങ്ങൾ പരസ്പരം കടിച്ചു കയറാൻ പോകുന്നത് പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. മുതിർന്നവർ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊന്നും കാതിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ തന്നെ നോക്കി നിന്നു പോയി. കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാൻ എന്തോ ഒരു മടി പോലെ. മോളെ സാഹിതി, അവനെയും കൂട്ടി നീ അങ്ങ് മുകളിലെ ടെറസിലേക്ക് പോകും. അവിടെ ഇരുന്ന് മനസ്സമാധാനമായി സംസാരിക്ക്, അവർ പറഞ്ഞു. ഞാനൊട്ടും താല്പര്യമില്ലാതെ എഴുന്നേറ്റ് നടന്നു. എൻ്റെ കുട്ടി തൊട്ട് പിന്നാലെ തന്നെയുണ്ട് വിക്രം. പടികൾ കയറുന്ന സമയം അത്രയും ഞങ്ങളുടെ ഇടയിൽ ഒരു ശാന്തമായ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ടെറസിലെത്തിയതേ അതുവരെ അടക്കിപ്പിടിച്ച ദേഷ്യം മുഴുവൻ ഒരുമിച്ച് പൊട്ടിത്തെറിച്ചു. വാട്ട് ഈസ് ദിസ് സാഹിതി? ഓഫീസിൽ എൻ്റെ സമാധാനം കളഞ്ഞത് നേരെ എൻ്റെ വീട്ടിൽ വന്ന് കയറാനാണോ നിൻ്റെ പ്ലാൻ? നീ ഇവിടെയും വന്ന് എൻ്റെ പുറകെ കൂടാൻ എന്താ കാരണം? വിക്രം അലറി. എനിക്ക് ഇവിടെയില്ലാത്ത ദേഷ്യം ഇരച്ചു കയറി. ഹലോ മിസ്റ്റർ ഡെവലപ്പർ, നാക്കടക്കി സംസാരിക്കും. നീ ആരെങ്കിലും മഹേഷ് ബാബു ആണെന്ന് കരുതിയോ? നിന്നെ വളക്കാൻ പ്ലാനിട്ട് വലവിരിക്കാൻ നീയല്ലേ ഇവിടെ വരുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഗേറ്റിന് നേരത്തെ തന്നെ പൂട്ടിട്ടേനെ. നിന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും, അറിയാമോ? ഞാൻ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ ഡിസൈനുകൾ കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത്. പക്ഷെ ആദ്യം ഈ പെണ്ണുകാണൽ നാടകത്തിന് എങ്ങനെ ഒരു എൻഡ് കാർഡ് ഇടാം എന്ന് ആലോചിക്ക്, അവൻ തലയെ കൈവച്ച് പറഞ്ഞു. നീ താഴേക്ക് പോയി നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അച്ഛനോട് പറഞ്ഞുറപ്പിക്ക്. സിമ്പിൾ. കയ്യും കെട്ടി ഞാൻ പറഞ്ഞു. ഞാൻ എന്തിനാ പറയുന്നത്? നീ തന്നെ പോയി പറ. എനിക്ക് ആ ചക്കൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാണാൻ ഒരു നാട്ടിൻ പുറത്തുകാരനെ പോലെയുണ്ട് എന്ന് നിന്റെ അച്ഛനോട് അങ്ങ് പറഞ്ഞേക്ക്, വിക്രം തിരിച്ചടിച്ചു. ഹലോ, ഞാൻ പെട്ടെന്ന് വന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ 100 ചോദ്യങ്ങൾ ചോദിക്കും. എങ്കിലും നീ ഒരാണല്ലോടോ, ധൈര്യമായിട്ട് പോയി. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല. അവിടെ ലുക്ക് അത്ര പോരാ, ഒരു ആവറേജ് ലുക്ക് എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ? ഞാൻ അല്പം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വിക്രം എന്നെ ഒന്ന് പാളി നോക്കി. അതേലോ, നിന്റെ മുഖം ഒരു ആവറേജ് ലുക്കായതുകൊണ്ട് ഞാൻ അത് തന്നെ അങ്ങ് പറയാം. എങ്കിലും ഇവിടെ എന്തിനാപ്പോൾ ധൈര്യത്തെക്കുറിച്ച് പറയുന്നത്? ഓഫീസിൽ വെച്ച് എൻ്റെ നേരെ അലറുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ വീട്ടിൽ നിന്ന് അവരോട് നോ പറയുന്നത്, വിക്രം കൗണ്ടർ അടിച്ചു. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഞങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമായി ഓഫീസിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവിടെ തീർത്തു. അവസാനം രണ്ടുപേരും തളർന്ന ഒരു യുക്തിപരമായ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. നോക്ക് സാഹിതി, നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് തല്ലുകൂടിയാൽ താഴെയുള്ളവർക്ക് സംശയം വരും. നമുക്ക് രണ്ടുപേർക്കും താഴേക്ക് പോകാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, വി ആർ നോട്ട് റെഡി എന്ന് രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയാം. അതാകുമ്പോൾ സിമ്പിളാണ്, അവർക്കും വിഷമം ഉണ്ടാകില്ല, വിക്രം പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയാണ് ജോലി ചെയ്യുന്നതെന്ന കാര്യം മാത്രം അവർ ഒട്ടും അറിയരുത്. ഒരു പക്ഷെ അതറിഞ്ഞാൽ അയ്യോ രണ്ടുപേരും ഒരേ ഓഫീസിലാണല്ലോ, എന്നാൽ പിന്നെ വളരെ നന്നായി പരസ്പരം നന്നായി നോക്കിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞ് മുതിർന്നവർ കൂടുതൽ താല്പര്യം കാണിക്കും. അതൊടുവിൽ നമുക്ക് തന്നെ പാരയാകും, ഞാൻ പറഞ്ഞു. വിക്രം ഒരു പരിഹാസച്ചിരിയോടെ പറഞ്ഞു. ശരിയാ, നീയും വല്ലപ്പോഴുമൊക്കെ നല്ല ബുദ്ധിയുള്ള കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലേ. ആ കാര്യം പറഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടില്ല.
ശരി വാ ഇനി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പടികൾ ഇറങ്ങാൻ തുടങ്ങി. നിന്റെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ പടികൾ ഇറങ്ങുമ്പോൾ ദാ കിടക്കുന്നു എൻ്റെ അച്ഛനും അവരുടെ അച്ഛനും വളരെ കാര്യമായി ചിരിച്ചുകൊണ്ട് പരസ്പരം കൈ കൊടുക്കുന്നത് കണ്ടു. അവരെ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്കെന്തൊരു പന്തികേട് തോന്നി. വരൂ വരൂ, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താ വിക്രം, സംസാരിച്ചു കഴിഞ്ഞു എന്ന് അവരുടെ അച്ഛൻ ചോദിച്ചു. വിക്രം എന്നെ ഒന്ന് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, അതച്ഛ, ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും വിക്രമിൻ്റെ അച്ഛൻ ഇടക്ക് കയറിയതും മുറിച്ചു. മതി, നിർത്ത്. നീ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് സാഹിത്യയും വർക്ക് ചെയ്യുന്നതെന്ന് എപ്പോഴല്ലേ അറിഞ്ഞത്? കുറച്ചു മുമ്പ് പ്രസാദിനോട് സംസാരിച്ചപ്പോഴാണ് ആ കാര്യം അറിഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും ഒരേ ഓഫീസിൽ ഓരോ പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി പോയി മോനെ. ശരിക്കും ദൈവമായിട്ട് തന്നെയാണ് നിങ്ങളെ രണ്ടുപേരും ഒരേ സ്ഥലത്തെത്തിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ അടുത്ത മാസം തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാൻ തുടങ്ങുകയാണ്. രാമചന്ദ്ര റാവു അങ്കിൾ ഞങ്ങളുടെ തലയിലേക്ക് ആ ബോംബിട്ടതും എനിക്കും വിക്രമനും ഒന്നും മിണ്ടാൻ പറ്റിയില്ല. മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി. ഇതൊരു ടെസ്റ്റാണ് ദൈവമേ എന്ന് പറഞ്ഞ് വിക്രം തലയിൽ കൈവച്ചിരുന്നു. എന്താ ഇത് അച്ഛ, അതിനുള്ളിൽ കല്യാണ മുഹൂർത്തമോ? ദയവായി ഒരു തവണ ഞങ്ങളുടെ ഭാഗം കൂടി ഒന്ന് കേൾക്കൂ എന്ന് വിക്രം കുറച്ച് പരിഭ്രമത്തോടെയും ഉറപ്പിച്ചും പറഞ്ഞു. അത് കേട്ട അവൻ്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇതിൽ ഇനി എന്താടാ കേൾക്കാനുള്ളത്? പരസ്പരം രണ്ടുപേരെയും കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എല്ലാം നന്നായി അറിയാമല്ലോ. ദൈവമായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരേ സ്ഥലത്ത് ഒന്നിപ്പിച്ചത്. നമ്മൾ എത്ര തിരഞ്ഞാലും ഇതിലും മികച്ചൊരു മാച്ച് ഇനി കിട്ടാനില്ല. അങ്കിൾ അങ്ങനെ പറഞ്ഞതും അച്ഛനും അത് ശരിവെച്ചുകൊണ്ട് തലയാട്ടി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നത് എന്ന് വിക്രം പതുക്കെ പിറുപിറുത്തത് എനിക്ക് മാത്രമാണ് കേട്ടത്. അച്ഛ, അതായത് ഞങ്ങൾക്ക് കുറച്ചുകൂടി സമയം വേണം. ഞങ്ങളുടേതായ ചില കരിയർ പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴേ കല്യാണം എന്ന് പറഞ്ഞാൽ എന്ന് വിക്രം തുടർന്നു. കരിയറൊക്കെ എങ്ങോട്ട് പോകാനാണ് ഭ്രാന്തിപ്പെണ്ണ്? രണ്ടാളും ഒരേ ഫീൽഡിൽ തന്നെ ഉള്ളവരല്ലേ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ഇതിലും നന്നായി പ്ലാൻ ചെയ്യാം. എങ്കിലും നിന്റെ അച്ഛന് ബിപിയും ഷുഗറും ഒക്കെ ഉള്ളതാണ്. എനിക്കാണെങ്കിൽ ഈ മുട്ടുവേദന. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്കൊരു നല്ല വഴി കാണിച്ചു തന്നാൽ ഞങ്ങൾക്ക് സമാധാനമായി കണ്ണടക്കാമല്ലോ. അമ്മ അങ്ങനെ ഒരു സെന്റിമെന്റ് ശാസ്ത്രം എടുത്തു പ്രയോഗിച്ചു. ആ ഡയലോഗ് വീണതും അച്ഛൻ തലയാട്ടുകയും അവർ അതേമോ എന്ന് പറയുകയും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി. നീയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട മണ്ട എന്ന മട്ടിലായിരുന്നു എൻ്റെ നോട്ടം. പക്ഷെ അവൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ കൈകൾ മലർത്തി കാട്ടി. അതിനുശേഷം ഒരു അരമണിക്കൂറോളം അവർ പരസ്പരം മരുതരം പങ്കുവെക്കുന്നതും വരും മാസം 15-ാം തീയതി നിശ്ചയം നടത്താമെന്ന് ഉറപ്പിക്കുന്നതുമെല്ലാം വളരെ വേഗത്തിൽ നടന്നു. ഞാനും വിക്രമും രണ്ട് പ്രതിമകളെ പോലെ അവിടെ ഇരുന്ന ചടങ്ങുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. പോകുന്നതിന് മുമ്പ് അവൻ എന്നെ നോക്കി ആ ദേഷ്യം നിറഞ്ഞ നോട്ടം കണ്ടപ്പോൾ എനിക്ക് കത്തുന്നൊരു അഗ്നിപർവ്വതമാണ് ഓർമ്മ വന്നത്. അങ്ങനെയൊക്കെ ആ വീക്കെൻഡ് എങ്ങനെയൊക്കെ കടന്നുപോയി. തിങ്കളാഴ്ച രാവിലെ ഓഫീസിലെത്തി. ക്യാബ് ഇറങ്ങി ഓഫീസിനകത്തേക്ക് നടക്കുമ്പോൾ എൻ്റെ നെഞ്ച് പടപടാന്നെടുക്കുകയായിരുന്നു. ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ തന്നെ കറക്റ്റ് ടൈമിന് തന്നെ വിക്രമവും വന്നു. എന്നെ കണ്ടതും അവൻ്റെ മുഖമാകെ ഇരുണ്ടു. ലിഫ്റ്റിലേക്ക് കയറിയ ഉടനെ അവൻ ബട്ടൺ അമർത്തിയിട്ട് എൻ്റെ നേരെ തിരിഞ്ഞു. ലിഫ്റ്റിൽ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൺഗ്രാജുലേഷൻസ് സാഹിതി, അവസാനം നീ എൻ്റെ കഴുത്തിൽ തൂക്കുമര കയറിയിട്ടു തന്നു അല്ലേ? നിന്റെ പ്ലാൻ സൂപ്പർ തന്നെ. അവൻ വല്ലാതെ പരിഹസിച്ച് സംസാരിച്ചു. എനിക്ക് ദേഷ്യം ഇരച്ചു കയറി. എക്സ്ക്യൂസ് മീ, നിന്നെ കൊണ്ട് താലി കെട്ടിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഞാൻ വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞത്? അപ്പോഴൊക്കെ നീയും വായയും പൂട്ടി മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നില്ലേ? ഇപ്പോൾ എൻ്റെ നേരെ കിടന്നലറുന്നതെന്തിന്? ഞാൻ അത്രയും തന്നെ ദേഷ്യത്തിൽ തിരിച്ചു ചോദിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ അമ്മ അവിടുന്ന് സെൻറ്റിമെൻറ്റ്സ് ഡയലോഗ് അടിച്ചതും എൻ്റെ അച്ഛൻ ഇമോഷണലായി എല്ലാം അങ്ങ് ഫിക്സ് ചെയ്തു. നീ എനിക്ക് വന്ന വലിയ തലവേദനയാണ്. തലയിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഓഹോ, നീ എനിക്ക് വന്ന വലിയൊരു ശനിയാണ്. ഇപ്പോൾ നമ്മൾ പരസ്പരം വഴക്കിട നിർത്തിയിട്ട് ഈ കല്യാണം എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്ന് ആലോചിക്കും. അടുത്ത മാസം തന്നെ എൻഗേജ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ വല്ലാത്ത പരിഭ്രാന്തിയോടെ പറഞ്ഞു. അപ്പോഴേക്കും ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നു. ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോൾ ചുറ്റും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നോക്കി ആരും ഉണ്ടായിരുന്നില്ല. നോക്ക് സാഹിതി, നമ്മൾ നേരിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നില്ല. പോരാത്തതിന് നമ്മൾ രണ്ടുപേരും ഒരു ഓഫീസിലാണെന്ന് അറിഞ്ഞതോടെ അവർക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ്. വിക്രം ക്യാമറയിൽ നടന്നുകൊണ്ട് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കല്യാണപ്പന്തൽ വരെ ഈ നാടകം ഇങ്ങനെ കൊണ്ടുപോകാനാണോ? ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു. വിക്രം പെട്ടെന്ന് നടപ്പ് നിർത്തി എന്നെ നോക്കി. അവൻ്റെ മുഖത്ത് എന്തോ വലിയ പ്ലാൻ ഉള്ളതുപോലെ തോന്നി. നമുക്കൊരു ഡീൽ ഉറപ്പിക്കാം. അവരുടെ മുന്നിൽ നമ്മൾ തമ്മിൽ നല്ലൊരു ബന്ധമാണെന്നും ഈ കല്യാണത്തിന് സമ്മതമാണെന്നും അഭിനയിക്കാം. പക്ഷേ മെല്ലെ മെല്ലെ നമ്മൾ രണ്ടാളും ഒട്ടും സെറ്റാകില്ലെന്നും നമുക്കിടയിൽ യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവസാനം അവരായിട്ട് തന്നെ ഈ കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന അവസ്ഥ വരണം.
അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, വിക്രം പറഞ്ഞു. ഒരുമിച്ച് നിൽക്കാനോ? അതും നിന്റെ കൂടെയോ? മുഖം ചുളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. വേറെ വഴിയില്ല. ഓഫീസിലെ ഒരു പ്രൊജക്ടിന് വേണ്ടി ചെയ്യുന്നത് പോലെ ഈ മിഷൻ ബ്രേക്കപ്പിന് വേണ്ടിയും നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യാം. ഡീൽ എന്ന് ചോദിച്ച് വിക്രം കൈനീട്ടി. ഓഫീസിലെ പ്രൊജക്ടിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലും ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ എന്ന് മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ ഡീൽ എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. മിഷൻ ബ്രേക്കപ്പ് എന്ന് ഉറപ്പിച്ചെങ്കിലും അത് എങ്ങനെ നടപ്പിലാക്കുമെന്നുറച്ച് ഞങ്ങൾക്ക് വലിയ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വീക്കെൻഡിൽ ശനിയാഴ്ച രാവിലെ ഞങ്ങൾക്കതിനൊരു അവസരം ഒത്തുവന്നു. നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയി ക്ഷേത്രത്തിൽ നാളികേരം മുറിച്ച് അങ്ങനെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പരസ്പരം കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ പറ്റുമെന്നായിരുന്നു അവരുടെ വിചാരം. ക്ഷേത്രത്തിൽ പോകേണ്ടതായതുകൊണ്ട് ഞാൻ നല്ലോണം തലയൊക്കെ കേകി കുളിച്ച് പക്ക ട്രഡീഷണൽ ലുക്കിൽ റെഡിയായി. അപ്പോഴേക്കും വിക്രം കാറുമായി ഞങ്ങളുടെ വീട്ടിലെത്തി. ഞാൻ ചെന്ന് കാറിൽ കയറിയിരുന്നു. കാറിനുള്ളിലാണെങ്കിൽ ഭയങ്കര നിശബ്ദത. റേഡിയോ ഓൺ ചെയ്താലോ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവൻ എന്ത് വിചാരിക്കും, അവൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നോർത്ത് ഞാനും ഒന്നും മിണ്ടാതെ മിണ്ടാപ്പൂച്ചയെപ്പോലെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ദൈവത്തെ തൊഴുതു. പൂജാരി പൂജയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കല്യാണം നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ചതും ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. എന്തൊരു വല്ലായിക പോലെ തോന്നി. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു കഫേയിലേക്ക് പോയി. ശരി, ഇനി എന്താണ് പ്ലാൻ? 2 കോഫി ഓർഡർ ചെയ്ത ശേഷം ഞാൻ അവനോട് ചോദിച്ചു. ഞായറാഴ്ച അവർ നമ്മളെ എൻഗേജ്മെൻറ്റ് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമല്ലോ. അവിടെ വെച്ച് നമുക്കൊരു ചെറിയ സീൻ ക്രിയേറ്റ് ചെയ്യാം. വിക്രം വളരെ ഗൗരവത്തോട് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. സീനെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുടുക്ക് കുത്തിപ്പിടിച്ചടി കൂടണം. ഞാൻ കുറച്ച് പരിഹാസത്തോടെ ചോദിച്ചു. അവൻ എന്നെ ഒരു തരത്തിൽ ദേഷ്യത്തിൽ നോക്കി. എന്താ സാഹിതി, നീ എന്താ എല്ലാത്തിനെയും ഇത്ര നിസ്സാരമായിട്ട് കാണുന്നത്? അടി കൂടുകയല്ല വേണ്ടത്. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ നീ ഒരെണ്ണം സെലക്ട് ചെയ്താൽ ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. നീ വേണമെന്ന് തന്നെ എൻ്റെ ടേസ്റ്റിനെ പുച്ഛിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഹലോ, എനിക്ക് ആരുടെയും ടേസ്റ്റിനെ പുച്ഛിക്കേണ്ട ഒരു കാര്യവുമല്ല. സത്യം പറഞ്ഞാൽ നിന്റെ സെലക്ഷൻ അത്ര ബോറാണ്. കഴിഞ്ഞ തവണ ആപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനായി നീ സെലക്ട് ചെയ്ത ആ കളർ തീം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്റെ ടേസ്റ്റ് എന്താണെന്ന്. ഞാൻ കാപ്പി കുടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവന് പെട്ടെന്ന് ഈഗോ ഹർട്ടായി. നോക്ക് സാഹിതി, വീണ്ടും ഓഫീസിലെ കാര്യങ്ങൾ ഇങ്ങോട്ട് വലിച്ചേക്കരുത്. പേഴ്സണൽ അറ്റാക്ക് ഒട്ടും വേണ്ട. നമ്മൾ ഇവിടെ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. നിനക്ക് വേണമെങ്കിൽ നാളെ ഓഫീസിലെ പ്രൊജക്റ്റ് മീറ്റിങ്ങിൽ വെച്ച് എൻ്റെ നേരെ അലറിക്കും. പക്ഷേ ഇവിടെ കുറച്ചൊന്ന് സഹകരിക്കും. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശരി ശരി, ഷോപ്പിങ്ങിന് പോകുമ്പോൾ തുണി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ നീയോ? ഞാൻ റിങ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രശ്നമുണ്ടാക്കാം. പരസ്പരം ഒട്ടും ഒത്തുപോകില്ലെന്നും അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് ദിവസം ഓരോ വഴക്കായിരിക്കുമെന്നും നമ്മുടെ പേരൻസിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 2 കുടുംബക്കാരും ഒന്നിച്ച് സിറ്റിയിലുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്ക് പോയി. ആദ്യം തന്നെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സുകളുടെ സെക്ഷനിലേക്കാണ് കയറിയത്. ഞങ്ങളുടെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ സമയം ഇതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ഒരു ഡാർക്ക് ബ്ലൂ കളർ ഡിസൈൻ ലഹങ്ക കാണിച്ച് ഞാൻ പറഞ്ഞു. അമ്മ, ഇത് നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ ഇത് തന്നെ എടുക്കാം. അത് കണ്ടതും വിക്രം അവൻ്റെ അഭിനയം തുടങ്ങി. മുതിർന്നവരെല്ലാം കേൾക്കാൻ പാകത്തിൽ ഉറക്കെ തന്നെ അവൻ പറഞ്ഞു. എന്താ സാഹിതി ഇത്? എന്ത് കളറാണ് ഇത്? ഭയങ്കര ഡള്ളാണ്. ഒരു പഴയകാല ഡിസൈൻ ആയ പോലെ തോന്നുന്നു. എൻഗേജ്മെൻറ്റിനൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ കളർ ഇടുമോ? ലൈറ്റ് കളേഴ്സോ പേസ്റ്റൽ ഷെയ്ഡ്സോ ഒക്കെയാണ് നല്ലത്. ട്രെൻഡിനനുസരിച്ച് മാറാൻ നിനക്കറിയില്ലേ? നിനക്കൊട്ടും സെൻസില്ല. അവൻ അഭിനയത്തിൽ ഇത്രയധികം മുഴുകെ പോയി. നിനക്ക് സെൻസില്ല എന്ന് പറഞ്ഞതും എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. കാരണം അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ സെൻസിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കാൻ വരേണ്ട വിക്രം. നിനക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടമെങ്കിൽ നീ അത് ഇട്ടോ. എനിക്ക് എൻ്റെ ഇഷ്ടതുപോലെ ഞാൻ നടക്കും. എൻ്റെ വസ്ത്രദാനത്തിൻ്റെ കാര്യത്തിൽ പോലും ഇടപെടാൻ നീ ആരാ? ഞാൻ ശരിക്കും ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ഞങ്ങളുടെ വഴക്ക് കണ്ട മുതിർന്നവരെല്ലാം പെട്ടെന്ന് സൈലൻ്റായി. കടയിലുണ്ടായിരുന്നവർ ഞങ്ങളെ തന്നെ നോക്കാൻ തുടങ്ങി. അവൻ്റെ അച്ഛൻ ഉടനെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട്, അതെന്താ നീ അങ്ങനെ പറയുന്നത്? മോൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ, അത് അവളുടെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ എന്ന് കുറച്ച് പരിഭ്രമത്തോടെ പറഞ്ഞു. അങ്ങനെയല്ല ഡാഡി, ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞാലും അവൾ വിചാരിച്ചതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. എന്ന് വാശി പിടിച്ചാൽ ബുദ്ധിമുട്ടാവും. അഡ്ജസ്റ്റ്മെൻ്റ് എന്നത് രണ്ടുപേരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? വിക്രം ഒരു ഡയലോഗ് തന്നെ അടിച്ചു. അത് കേട്ട് എൻ്റെ മൈൻഡ് ബ്ലാങ്കായിപ്പോയി. ഇവൻ പ്ലാൻ ചെയ്തതുപോലെ എത്ര ഭംഗിയായാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. ഞാനും ആ സ്ക്രിപ്റ്റ് തന്നെ തുടർന്നുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, ഞാൻ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ ചോയ്സിന് യാതൊരു വിലയും തരാത്ത ഒരാളോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് ഞാൻ എൻ്റെ ഡയലോഗ് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പപ്പ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി.
ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിട്ട് പപ്പയെ നോക്കി. കണ്ടോടാ, അപ്പോഴേക്കും പരസ്പരം എത്ര പെട്ടെന്നാണ് അവർ അടുത്തു പോയത്. ഭയക്കിടുന്നതല്ല സ്നേഹമുണ്ടാവുക എന്ന് പറയാറില്ലേ? ഇവരെ കാണുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. പപ്പ വലിയ സന്തോഷത്തോടെ പറഞ്ഞു. ശരിയാട്ടോ, രണ്ടുപേർക്കും ഒട്ടും വിട്ടുകൊടുക്കാതെ എന്ത് ഭംഗിയായിട്ടാ മറുപടി പറയുന്നത്. നല്ല അടിപൊളി കോംബോ ആണ്. ഈ കുസൃതികളൊക്കെ നാളെ ഇവരെ കൂടുതൽ അടുപ്പിക്കും. കാണാൻ നല്ല ക്യൂട്ട് ജോഡിയായിട്ടുണ്ട് എന്ന് അവരുടെ അമ്മയും ചിരിച്ചുകൊണ്ട് പപ്പയോട് പറഞ്ഞു. ഞാനും വിക്രവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്താണ് ഇവര് പറയുന്നത്? ഞങ്ങൾ ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ട് അടി കൂടുമ്പോൾ ഇവരെന്താ ഞങ്ങളെ ക്യൂട്ട് കപ്പിൾസ് എന്നും സ്നേഹം കൂടുകയാണെന്നും പറഞ്ഞ് സന്തോഷിക്കുന്നത്? ഞങ്ങളുടെ മിഷൻ ബ്രേക്കപ്പ് പ്ലാൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അതിദാരുണമായി അണ്ടർ ഫ്ലോപ്പായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തിങ്കളാഴ്ച ഓഫീസിലെ കോഫി മെഷീൻ്റെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ രണ്ടുപേരുടെയും മുഖത്ത് ഒരേ ഫ്രസ്ട്രേഷൻ ആയിരുന്നു. എന്താണപ്പോൾ ഇത്? നമ്മൾ എന്ത് ചെയ്താലും വീട്ടുകാർക്ക് അതെല്ലാം പോസിറ്റീവായിട്ടേ തോന്നുന്നുള്ളൂല്ലോ. നമ്മൾ പരസ്പരം മുടുക്ക് പിടിച്ച് വഴക്കിട്ടാൽ പോലും അവർക്കത് കാണുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് തോന്നുന്നത്. കോഫി സ്പൂൺ ഇളക്കിക്കൊണ്ട് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. വിക്രം തലക്ക് കൈവച്ചു. ശരിക്കും ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ ചിരിച്ചത് കണ്ടപ്പോൾ എൻ്റെ ഫ്യൂട്ട് ഔട്ടായി. സാഹിതി, നമ്മൾ പ്ലാൻ മാറ്റണം. ഈ ചെറിയ ചെറിയ വഴക്കുകൾ പോരാ, എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഈ ആഴ്ച മോതിരം വാങ്ങാൻ നമ്മളോട് രണ്ടുപേരോടുമല്ലേ പോകാൻ പറഞ്ഞിട്ടുള്ളത്? അതൊരു നല്ല ചാൻസാണ്. വീട്ടിൽ ചെന്നിട്ട് ഫിനാൻഷ്യലി നമുക്കൊട്ടും സെറ്റാകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു കഥയുണ്ടാക്കാം. നീ ഭയങ്കര വില കൂടിയ സാധനങ്ങൾ ചോദിച്ചെന്നും എനിക്കത് വാങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞതും എന്ന് പറഞ്ഞ് വലിയൊരു വഴക്കുണ്ടാക്കിയതുപോലെ അഭിനയിക്കാം. കാശിൻ്റെ കാര്യമായതുകൊണ്ട് മുതിർന്നവർ എന്തായാലും കാര്യമായിട്ട് തന്നെ ആലോചിക്കും. വിക്രം ഫുൾ കോൺഫിഡൻസോടെ പറഞ്ഞു. ശരി, ആർക്കിഷ്ടമുള്ള മോതിരം അവർ ആയിക്കോട്ടെ. പക്ഷെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ തോട്ട്സ് തമ്മിൽ ഒട്ടും മാച്ചാക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്കൊരു ബോംബ് പൊട്ടിക്കാം. കോഫി കപ്പ് മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞയുടൻ ഞങ്ങൾ രണ്ടുപേരും കൂടി സിറ്റിയിലുള്ള ഒരു വലിയ ജ്വല്ലറി ഷോറൂമിലേക്ക് പോയി. കൗണ്ടറിൽ വന്നിരുന്നപ്പോൾ സെയിൽസ്മാൻ അടുത്തു വന്ന് പലതരത്തിലുള്ള ഡയമണ്ട് മോതിരങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചു. സത്യം പറഞ്ഞാൽ അവിടെ അങ്ങനെ നാടകമാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ വിക്രമിന് പണത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം പിശുക്കുണ്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എനിക്കൊരു പൂതി തോന്നി. അവിടെ ഇരുന്ന കൂട്ടത്തിൽ കണ്ണമഞ്ഞളിക്കൊന്ത പോലെ തിളങ്ങുന്ന ഒരു വലിയ ഡയമണ്ട് മോതിരം എടുത്തിട്ട് എനിക്കിത് തന്നെ വേണം എന്ന് ഞാൻ പറഞ്ഞു. തീരെ പ്രതീക്ഷിക്കാതെ അതിൻ്റെ വില നോക്കിയപ്പോൾ 3 ലക്ഷം രൂപ. അത് കണ്ടതും വിക്രമിൻ്റെ കിളി പോയി. നമ്മൾ വെറുതെ ഒരു ഡ്രാമ കളിക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു, അല്ലാതെ ശരിക്കും പാപ്പരാക്കാൻ വേണ്ടിയല്ല. അവൻ ദേഷ്യത്തോടെ പല്ലുറമ്മി എന്നെ നോക്കി. എന്താ, 3 ലക്ഷമോ? ഒരു ചെറിയ മോതിരത്തിന് ഇത്രയും പണം കളയേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ നീ എൻ്റെ പോക്കറ്റ് കീറുമല്ലോ. ഈ 50,000-ൻ്റെ മോതിരം നോക്കൂ, ഇതിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഒരു സിമ്പിൾ മോതിരം എൻ്റെ നേരെ വലിച്ചെറിയുന്ന മട്ടിൽ നീട്ടി. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ ശരിക്കും എൻ്റെ ഈഗോ ഹർട്ടായി. ഹലോ, ഇവിടെ ഈ വിഷയം നമ്മുടെ പ്ലാനിനെ കുറിച്ചല്ല, എൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ്. എൻഗേജ്മെൻ്റ് റിങ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കേണ്ട ഒന്നാണ്. അതിന് പോലും ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ എങ്ങനെയാ? എനിക്കിത് തന്നെ വേണം. ഇതിൻ്റെ പൈസ ഞാൻ തന്നെ അടച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. ലൈഫ് ടൈം മെമ്മറി എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ കാണിക്കണം, അല്ലാതെ ഇങ്ങനെ പണം വെറുതെ കളഞ്ഞിട്ടല്ല. നിനക്കൊട്ടും ബഡ്ജറ്റ് സെൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാ? വിക്രം കുറച്ച് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വഴക്കിടുന്നത് കണ്ട് സെയിൽസ്മാൻ ആകെ പരിഭ്രാന്തനായി. സാർ കൂടാകും. നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? മാഡത്തിന് ആ റിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണ വിരലിട്ട് നോക്കാൻ പറയും. സൈസ് കറക്റ്റാണെന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ 3 ലക്ഷത്തിൻ്റെ മോതിരം എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ ദേഷ്യത്തോടെ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി കൊണ്ട് ആ മോതിരം എൻ്റെ മോതിര വിരലിലേക്ക് അണിഞ്ഞു. അത് പകുതിയോളം പോയിട്ട് അവിടെ കടുപ്പത്തിൽ കുടുങ്ങിപ്പോയി. മുന്നോട്ട് നീങ്ങുന്നുമില്ല, പിന്നോട്ട് വരുന്നുമില്ല. അയ്യോ, വേദന കൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കി. എന്ത് പറ്റി മാഡം? സെയിൽസ്മാൻ പരിഭ്രമത്തോടെ ചോദിച്ചു. മോതിരം കുടുങ്ങിപ്പോയി, എത്ര വലിച്ചിട്ടും വരുന്നില്ല. മോതിരം ഊരാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ശക്തിയായി വലിക്കും തോറും എൻ്റെ വിരൽ ചുവന്ന് തഴമ്പിക്കാൻ തുടങ്ങി. അതുവരെ ദേഷ്യപ്പെട്ടിരുന്ന വിക്രം അതോടെ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് എൻ്റെ നേരെ അല്പം ആശങ്കയോടെ നോക്കി. പതുക്കെ അങ്ങനെ ശക്തിയായി വലിച്ചാൽ തൊലി ഉരിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ ഇടതു കൈ അവൻ്റെ കൈകളിലേക്ക് എടുത്തു. ഓഫീസിലെപ്പോഴും പരസ്പരം ഫയലുകൾ വലിച്ചെറിയാനുള്ള ഞങ്ങളുടെ കൈകൾ, പരസ്പരം തെറ്റുകൾ ചൂണ്ടിക്കാർക്കാനുള്ള ഞങ്ങളുടെ കൈകൾ, കീബോർഡിൽ തട്ടിക്കൊണ്ടിരുന്ന എൻ്റെ വിരലുകൾ. ആദ്യമായി അങ്ങനെ തൊട്ടപ്പോഴേക്കും എന്നിൽ എവിടെയോ ഒരറിയാത്തൊരു ചെറിയ തെരിപ്പ്. ഞാൻ ആ മോതിരത്തിൽ നിന്നും കണ്ണെടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തൊട്ടും ദേഷ്യമില്ലായിരുന്നു. പകരം എൻ്റെ വിരൽ വേദനിക്കേണ്ടി വന്നല്ലോ എന്നൊരു വിഷം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അവൻ എന്നെ നോക്കി. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലടഞ്ഞു. ആ നിമിഷം ചുറ്റും ആരുണ്ടെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്നിൽ എന്തോ ഒരു അസ്വസ്ഥത. എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു.
എപ്പോഴും എനിക്ക് ദേഷ്യം തോന്നിപ്പിച്ചിരുന്ന ആ മുഖം ആദ്യമായി എന്തുകൊണ്ടോ എനിക്ക് വളരെ പുതിയതായി തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ വിക്രം തൊണ്ട എനിക്ക് യഥാ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് എൻ്റെ കൈ പുറകിലേക്കെടുത്തത്. അവൻ്റെ മുഖത്തും എന്തൊരു പരിഭ്രമവും കാണാമായിരുന്നു. കണ്ടോ, ഞാൻ പറയുന്നത് കേൾക്കാതെ നിനക്ക് തോന്നിയത് പോലെ ചെയ്താൽ ദാ ഇങ്ങനെ കുടുങ്ങും. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കും. അവൻ വീണ്ടും ഭയഭാവത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു. ഞാനും പെട്ടെന്ന് തന്നെ ദേഷ്യം വരുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, അതെ, നിന്നെപ്പോലുള്ളവരുമായി എൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ ഇതുപോലെ എപ്പോഴും കുടുങ്ങിക്കിടക്കേണ്ടി വരും. ഞാൻ എൻ്റെ വിരൽ തടവിക്കൊണ്ട് പറഞ്ഞു. മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു മോതിരം വാങ്ങി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. തിരിച്ചു പോകുന്ന വഴിയിൽ കാറിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. പുറമേക്ക് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ രണ്ടുപേരുടെയും മനസ്സിൽ അല്പം നടന്ന ആ നിമിഷം മാത്രമാണ് ഓടിക്കൊണ്ടിരുന്നതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഓഫീസിൽ തുടങ്ങിയ ആ ശത്രുത ഇപ്പോൾ ഏത് വഴിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാകാതെ എൻ്റെ ഉള്ളിൽ ചെറിയൊരു പരിഭ്രമം തുടങ്ങി. അത് ഭയമാണോ അതോ വിക്രമനോട് തോന്നുന്ന ഇഷ്ടമാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പിറ്റേന്ന് ഓഫീസിലെ അന്തരീക്ഷം രണ്ടു പേർക്കും വളരെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നു. ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം വിക്രമിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട്. കൃത്യം ആ സമയത്താണ് ടീം മീറ്റിംഗ് തുടങ്ങിയത്. ഞാൻ പുതിയ UI ഫ്ലോ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു. എൻ്റെ ടീമിലെ ശ്രുതിയും വിക്രമിൻ്റെ ടീമിലെ രവിയും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. സാധാരണയായി ഞാൻ എന്ത് പ്രസൻറ്റ് ചെയ്താലും വിക്രം അതിൽ കുറഞ്ഞത് ഒരു 10 കുറ്റമെങ്കിലും കണ്ടുപിടിക്കാറുണ്ട്. ഞാനും ഒട്ടും വിട്ടുകൊടുക്കാതെ വാദിക്കുമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ വിക്രം അവൻ വളരെ ശാന്തമായിട്ടാണ് കേട്ടിരുന്നത്. ഒടുവിൽ ചെറിയ ലോജിക്കൽ എൻ്റർ പോലും ചൂണ്ടിക്കാണിച്ചില്ല. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വിക്രം എന്ന് ഞാൻ ചോദിച്ചു. ചെറിയൊരു സംശയത്തോടെ തന്നെ അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട്, ആ ഇല്ല, ഈ ഡിസൈൻ നന്നായിട്ടുണ്ട് സാഹിതി, ഡെവലപ്മെൻറ്റിന് ഒരു പ്രശ്നവും വരില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് ആ ഫൈനൽസ് ചെയ്തു. അത്ര തന്നെ. രവിയുടെ കയ്യിലിരുന്ന പേന താഴേക്ക് വീണു. ശ്രുതി കണ്ണുകൾ വലുതാക്കി എന്നെയും വിക്രമിനെയും മാറി മാറി നോക്കി, എന്തോ ഭ്രാന്തന്മാരെ നോക്കുന്നത് പോലെ. ഡേയ് വിക്രം, നീ ഓക്കെ അല്ലേ? നിങ്ങൾക്കെന്താ, പനിയാണോ എന്ന് രവി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സാഹിതിയുടെ ഡിസൈനിൽ നീ ഒരു കുറ്റവും കണ്ടുപിടിക്കാതെ ഓക്കെ പറയുകയോ ലോകാവസാനം വരാൻ പോകുകയാണോ എന്തോ